Hello dear friends, welcome back to your YouTube channel J&J Tips. എൻ്റെ പേര് ജിനീഷ്. ഇന്ന് ഞാൻ സാംസങ്ങിൻ്റെ ടാബ് A10.1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ വഴി എനിക്ക് കിട്ടിയതാണ്. നോർമലായിട്ട് 20,000 രൂപയ്ക്കടുത്ത് വിലയുള്ള ഈ ടാബ്ലറ്റ് എനിക്കൊരു 15,000 രൂപയ്ക്കടുത്താണ് വില വന്നിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ ഒരു കവറും പിന്നെ 64 GB ഒരു മെമ്മറി കാർഡും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, കവർ മാത്രം ജസ്റ്റ് ഒന്ന് തുറന്നായിരുന്നു വെച്ചിരിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ വന്നിരിക്കുന്ന സാധനം ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരു ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് മെമ്മറി കാർഡ്. ഇത് 64 GB എവോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി കാർഡാണ് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ സംഭവം ടാബ്ലറ്റ് ഇതുണ്ടോ, സാംസങ്ങിൻ്റെ ടാബ് A10.1 ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഇത് ടോട്ടലായിട്ട് 32 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട്. അതുകൂടാതെ 64 ബൈറ്റ് ഒക്ടാകോർ പ്രോസസ്സറാണ്. സാംസങ്ങിൻ്റെ എൻ്റെ പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്തുള്ളത്. 8 MB മെഗാ പിക്സൽ ക്യാമറ ബാക്ക് സൈഡിലും റയറിലും, അതിൻ്റെ ഫ്രണ്ടിൽ 5 MB മെഗാ പിക്സൽ ക്യാമറയും വരുന്നുണ്ട്. 2 GB റാം വരുന്നുണ്ട്. ഇതുകൂടാതെ 6150 AH ആണ് ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് നല്ല ബാറ്ററിയുടെ നമുക്കൊരു ലോങ് ലാസ്റ്റിങ് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തൊരു കണ്ട കാര്യം, പല റിവ്യൂസിലും കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് അല്ല, അതുകൊണ്ട് കുറേ സമയം എടുക്കുമെന്നാണ് ഞാൻ കണ്ടത്. ഡോൾബി ആറ്റം സൗണ്ട് എഫക്റ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് കവർ വന്നിരിക്കുന്നത് കേട്ടോ. ടാബ് ഇതിനിപ്പോൾ തീർത്ത് ലൈറ്റ് ഇവിടെ ഇട്ടിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റ് എക്സ്പോഷർ വന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ. അതുകൊണ്ട് ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് അപ്പം വന്നിരിക്കുന്നത്. ഇതുകൂടാതെ സാംസങ്ങിന് തന്നെ നമുക്കൊരു കവർ വന്നിട്ടുണ്ട്. അതേതായാലും നന്നായി. വെളിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണല്ലോ സാംസങ്ങിൻ്റെ തന്നെയാകുമ്പോൾ. ഇത്രയും ഡ്യൂറബിലിറ്റി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് അതിൻ്റെ കവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സംഭവം കൂടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്തു. നമുക്ക് തുറക്കാം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കിയാലോ. വാവ്, ഇതാണ് നമ്മുടെ ടാബ്ലറ്റ് വന്നിരിക്കുന്നത്. കൊള്ളാം, നൈസാണ്. വളരെ തിന്നാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇതും കൂടെ ഓപ്പൺ ചെയ്യണം. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ആക്സസറീസ് ആ കൂടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതൊരു വൈറ്റ് കളറിലുള്ളൊരു നോർമൽ ചാർജർ വന്നിട്ടുണ്ട്. അതുകൂടാതെ ചാർജിങ് ഒരു കേബിള്. ഇത് C ടൈപ്പാണ് കേബിൾ കേട്ടോ. C ടൈപ്പ് കേബിളാണ്, അതുകൊണ്ട് നല്ലതാണ്. ഇപ്പം എല്ലാം C ടൈപ്പാണല്ലോ വരുന്നത്. പക്ഷേ ടാബ് A8 എന്ന് പറഞ്ഞിട്ടൊരെണ്ണം വരുന്നുണ്ട്. അതാണെങ്കിൽ പഴയ ടൈപ്പ് മൈക്രോ USB ചാർജറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൂടാതെ തന്നെ നോക്കട്ടെ, ഇത് മാനുവലായിരിക്കും. അപ്പം ഇതുപോലെ ഒരു മാനുവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ മെമ്മറി കാർഡ് ട്രേ ഇജക്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇത്രയോളം തോന്നുന്നു കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇല്ല. അപ്പം നമ്മുടെ ടാബ്ലറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇത് ഈ സൈഡ് വഴി കണ്ടത്. അങ്ങനെ എടുക്കുന്നു. നല്ല പശയുണ്ട് കേട്ടോ, നല്ല സ്റ്റിക്കിയാണ് ഈ സാധനം. അപ്പം ഇതാണ് നമ്മുടെ ടാബ്ലറ്റ്. അടിപൊളിയായിട്ട് നമ്മുടെ ടാബ്ലറ്റ് ഉണ്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് മെറ്റലാണ്. അല്ല, ഞാൻ കുറച്ചും പറഞ്ഞ പോലെ 8 MB ഒരു ക്യാമറ ബാക്ക് സൈഡ് റയറി വരുന്നുണ്ട്. ടോട്ടൽ എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ബ്ലാക്ക് കളറിലുള്ള ഇത് മേടിച്ചത്. ഇതുകൂടാതെ സിൽവറും കിട്ടും, അതുപോലെ ഗോൾഡ് കളറും കിട്ടും. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്.
ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ഇതാന്ന് തോന്നുന്നു പവർ ബട്ടൺ. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. സാംസങ് ഗാലക്സി എ സ്ക്രീൻ റെസൊല്യൂഷൻ നല്ല റെസൊല്യൂഷനാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഭയങ്കര പിക്സലൊന്നും കാണത്തില്ല, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് വന്നു. ലെറ്റ്സ് ഗോ. യെസ്, ലെറ്റ്സ് ഗോ. വയർലെസ് വേണോ, പിന്നെ അതുപോലെ കേബിൾ ആൻഡ് USB കണക്ടർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കിപ്പ് ദിസ് ഫോർ നൗ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ വൈഫൈയുടെ എല്ലാം ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വൈഫൈ കണക്ട് ചെയ്തിട്ട് പിന്നെ നോക്കാം. നമുക്ക് അത് സ്കിപ്പ് അടിക്കാം. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ടൊരു സാധാരണ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് എനേബിൾ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ ഫൈനലി നമ്മുടെ ടാബ്ലറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീൻ വരുന്നത്. കണ്ടോ, വളരെ നല്ലൊരു സ്ക്രീനാണ്. അതുപോലെ തന്നെയാണെങ്കിലും ലുക്കിംഗ് ക്ലീൻ ആണ്, നന്നായിട്ട് തോന്നുന്നുണ്ട് സ്ക്രീനൊക്കെ ആണെങ്കിലും. അപ്പം നമുക്ക് ഫസ്റ്റ് ക്യാമറ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ലൈറ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, ഒരു പിക്ചർ എടുത്തോ. 8 മെഗാ പിക്സലാണ് ഇപ്പോഴുള്ള നമ്മുടെ ഫോണിലെല്ലാം വരുന്നത്. 10ഉം 20ഉം മെഗാ പിക്സൽ 40ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ക്യാമറ വലിയ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. പിന്നെ അത്യാവശ്യഘട്ടത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാത്രേ ഉള്ളൂ. ഗൂഗിളിൽ നിന്ന് നോർമലായിട്ട് വരുന്ന കുറേ ആപ്പുകളുണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. വലുപ്പമാണെങ്കിലും അത്യാവശ്യത്തിനുണ്ട്. വലിയ വലുതുമല്ല, എന്നാൽ വലിയ ചെറുതുമല്ല. ബാക്ക് സൈഡ് ഇത് ഫുള്ള് മെറ്റലാണ്. ഇത്രയും ഭാഗം മെറ്റലും ഇത്രയും ഭാഗം പ്ലാസ്റ്റിക്കുമാണ് വരുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു ജാക്ക് വരുന്നുണ്ട്, ചെറുത് 3.5mm ജാക്ക്. പിന്നെ കൂടാതെ ഇവിടെ ഒരു മെമ്മറി കാർഡിനുള്ള ട്രേ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. USB-C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ 2 സ്പീക്കറും വരുന്നുണ്ട്. സ്റ്റീരിയോ ടൈപ്പാണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ see you soon.